ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ജംഷീർ. അപ്പം നമ്മ ഇന്ന് വ്ളോഗ് ചെയ്യുന്നത് ബാത്റൂമിൽ കേട്ടോ. ബാത്റൂമിൽ ആഴ്ചയാഴ്ച ചെയ്യുന്ന വ്ളോഗാണ്. അപ്പോൾ വേറൊന്നല്ല, ഇന്ന് വ്ളോഗിൽ എന്താ പറയുക, എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും അലക്ക് കല്ലുന്നൊക്കെ അലക്കുന്നൊക്കെ മാറിയിട്ട് ഇപ്പം എല്ലാവരും വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്. വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ഒരു വീട് പോലും ഇപ്പം ഉണ്ടാവില്ല. എല്ലാവരും വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നത്. പക്ഷേ ഈ വാഷിംഗ് മെഷീനിൽ അലക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതറിയാതെ നിങ്ങൾ എത്ര അലക്കിയിട്ടും നിങ്ങൾ എന്താ പറയുക, പല സൂക്കേടുകളും വരാൻ ചാൻസ് ഉണ്ട്. അത് വട്ടച്ചൊറി, അതേപോലെ നമ്മൾ അലക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് എത്രത്തോളം എന്താ പറയുക നീറ്റ് ആവും. ചിലപ്പോൾ ചളിയൊക്കെ പോയിട്ട് ക്ലീൻ ആവുമായിരിക്കും, പക്ഷെ അതിലെന്താ പറയുക ഫംഗസും ബാക്ടീരിയ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിന് മെയിൻ ആയിട്ടൊരു കാരണമുണ്ട് കേട്ടോ. ഈ കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം. അതെല്ലാവരും എന്താ പറയുക ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. നമ്മുടെ വലിയവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ കുട്ടികളൊക്കെ എന്താ പറയുക കുട്ടികളുടെ ഡ്രസ്സും വാഷിംഗ് മെഷീനിൽ തന്നെയാണ് അലക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്താ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ വാഷിംഗ് മെഷീൻ കേട്ടോ. ഇത് നമ്മുടെ സാധാരണ എന്താ പറയുക ചെറിയ വാഷിംഗ് മെഷീനാണ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ എല്ലാവരും നമ്മൾ ഡോർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ നല്ല ക്ലീൻ ആണല്ലേ, ഒരു പ്രശ്നമില്ല, നല്ല നീറ്റായിട്ടുണ്ട്, കച്ചറോ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ക്ലീൻ ആക്കാറ് ഇങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടാവും. ഇത് നമ്മൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് അലക്കുന്നതിന് മുമ്പിൽ ക്ലീൻ ആക്കുമായിരിക്കും. പക്ഷെ ഇതിനേക്കാളും കച്ചറയും ബാക്ടീരിയയും ഫംഗസും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്. ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ നിങ്ങളിത് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന സംഭവം ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് നിങ്ങൾ റിസ്കിൽ ഇങ്ങനെ ചെയ്യണം. പക്ഷേ സെമി ഓട്ടോമാറ്റിക്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ വാഷിംഗ് മെഷീനിൽ സംഭവം നടക്കും. അത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ സേഫ്റ്റി ആവുമ്പോൾ നോക്കണമല്ലോ. നമ്മൾ ഡ്രസ്സ് അലക്കുന്ന തന്നെ വൃത്തിക്ക് എന്താ പറയുക നീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് എന്താ പറയുക ചളിയൊക്കെ പോയി നീറ്റ് ആവും, പക്ഷേ രോഗാണുക്കൾ അതിലുണ്ടാവും കേട്ടോ. അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താ കാര്യം കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീൻ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സ്ക്രൂ എല്ലാ വാഷിംഗ് മെഷീനിലും ഉണ്ടാവും. ഇവിടെ ഒരു ഡക്കൻ ഉണ്ടാവും കേട്ടോ, ഒരു വൈറ്റ്. അപ്പോൾ ഇതിൽ ഇല്ല, ഞാൻ ഓൾറെഡി അത് ഉരി ലൂസായിട്ടാകുമ്പോൾ അത് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഊരാം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും കേട്ടോ ആദ്യം. ഞാനിപ്പോൾ ഇത് ഇടക്കിടക്ക് ക്ലീൻ ആക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കച്ചറ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങളൊക്കെ ഓപ്പൺ ആക്കി നോക്കിയാൽ നിങ്ങൾ തന്നെ എന്താ പറയുക ഞെട്ടിപ്പോകും കേട്ടോ. ആ അവസ്ഥയ്ക്ക് ഉണ്ടാവുക. ഇപ്പോൾ ആ സ്ക്രൂവിൻ്റെ ഭാഗം ഉണ്ടോ, ഞാൻ എന്താ പറയുക കഴിഞ്ഞ ആഴ്ച ക്ലീൻ ആക്കിയാണ്. എന്നിട്ട് അവിടെ കച്ചറ ഉണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റും. ഇത് ഇതേപോലെ ഇങ്ങനെ ഊരി എടുക്കാം കേട്ടോ. ഊരി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പം ഇതിൽ വലിയ കച്ചറ ഇല്ല കേട്ടോ. പക്ഷെ ഞാനിത് ഒരാഴ്ച കൊണ്ട് പിടിച്ച കച്ചറയാണ്. ഇതാണ് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് കാണിച്ചു തരാം. ഒരാഴ്ച കൊണ്ട് ഉണ്ടായ കച്ചറ കേട്ടോ ഇതൊക്കെ. ഇതുണ്ടോ, ഇതേ ഈ സാധനത്തിലാണ്. ഇതൊക്കെ ഫംഗസ് ആണ് കേട്ടോ. ഉണ്ടോ, ഫംഗസ് കയറിയ കേട്ടോ. ഞാൻ ആഴ്ചക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. എന്നിട്ട് കണ്ടോ ഒരാഴ്ച കൊണ്ടാണ് ഇങ്ങനെ ഫംഗസ് പിടിച്ചത്. ഇതിൻ്റെ അടിയിലും കണ്ടോ ഇത്ര കച്ച. ഇപ്പം നമ്മൾ ഡ്രെയിൻ ഓണാക്കി വെക്കുകയാണ്. ഇപ്പം ഞാൻ ഡ്രെയിൻ ഓണാക്കി വെച്ചിട്ടുള്ളത് കാണുന്നുണ്ട്. ഡ്രെയിൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്ര വെള്ളം അവിടെ കെട്ടി നിൽക്കും. പക്ഷെ ആ കെട്ടി നിൽക്കുന്നതിലാണ്ട് ഈ ഫംഗസ് വരിക. ഇത് നമ്മൾ കാണത്തില്ല, പുറത്ത് കാണൂല, എന്തായാലും പുറത്ത് കാണൂല, പക്ഷെ ഉള്ളിലുണ്ടാവും. അത് നമ്മളെന്താ പറയുക നമ്മൾ അതേ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ഡ്രസ്സ് അലക്കാറ്. അപ്പോൾ ആ ഫംഗസും കാര്യമൊക്കെ നമ്മുടെ ഡ്രസ്സിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം എത്ര മാറ്റിയാണെങ്കിലും ഒരിക്കൽ സർഫിട്ട് അലക്കി പിന്നെയും വേറെ എന്താ പറയുക നല്ല വെള്ളത്തിൽ പിന്നെ അലക്കിയാലും ഈ ഒരു സംഭവം ഇളകി പോവില്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ നിങ്ങൾക്ക് നോക്കിക്കോളുക. ഇപ്പോൾ അത്ര കട്ട പിടിച്ച് പോയിട്ടോ. ഇതുണ്ടോ, ഈ ഫംഗസ് ഒക്കെ നമ്മുടെ ഡ്രസ്സിലേക്കാണ് വരിക. ഈ കച്ചറയും കാര്യമൊക്കെ മറ്റേ കാണുമ്പോൾ നല്ല നീറ്റായിട്ടുണ്ടാവും, പക്ഷെ രോഗാണുക്കൾ അതിലുണ്ടാവും. അപ്പം എല്ലാവരും എന്താ പറയുക ഇത് നമ്മൾ എന്നിട്ട് എന്താ പറയുക സർഫോ അതോ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇത്. പക്ഷേ ഒരുപാട് ആൾക്ക് ഉപകാരപ്പെടും. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ വീട്ടിൽ ചെറിയ മക്കളെ ഡ്രസ്സ് പോലും നമ്മൾ ഇതിൽ ആൾക്കാർ കേട്ടോ. അതായത് ന്യൂ ബോൺ ബേബി പ്രസവിച്ചാടുള്ള മക്കളൊക്കെ ഡ്രസ്സ്
അവരെ വെള്ളത്തുണികളൊക്കെ ഉണ്ടാവും, അതൊക്കെ അലക്കാറ് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ അലക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, പെട്ടെന്ന് അത് ബാധിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു അറിവ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ തുറന്നു നോക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു കൊല്ലം വരെ ആയിട്ടും ഓപ്പൺ ആക്കാത്ത, ഇത് ക്ലീൻ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അവരെന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക, നിങ്ങൾ കാണുമ്പോൾ ഞെട്ടിപ്പോകും, ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുക. അത്രയും കച്ചറയും കാര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇതെന്തായാലും ട്രൈ ചെയ്യാന്നുള്ള നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്കലും നമുക്ക് ഈ സംഭവം കാണുന്നുണ്ടെങ്കിൽ, സ്ക്രൂ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ടാവും, അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊരാട്ടാ, ഊരിട്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ടാം ഫിക്സ് ചെയ്താൽ ഡെറ്റോളൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഭാഗം ഇത്ര ചളി പിടിക്കാൻ കാരണം ഇത് നമ്മളെ ആക്സസിബിൾ അല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഉള്ളിലായതുകൊണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കച്ചറ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.